സഹോദരങ്ങളെ, ഇന്ന് ഈ പുണ്യദിനത്തിൽ നമ്മൾ അസ്സിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് ധ്യാനിക്കുകയാണ്. അസ്സിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അങ്കുരിക്കുന്ന ചോദ്യം ഇതാണ്: ഒരു മനുഷ്യന് ഇത്രമാത്രം തോറ്റുപോകാൻ പറ്റുമോ? ഒരു മനുഷ്യന് ഇത്രമാത്രം ദരിദ്രനാകാൻ പറ്റുമോ? ഒരു മനുഷ്യന് ഇത്രമാത്രം നാണം കെടാൻ പറ്റുമോ? ഒരു മനുഷ്യന് ഇത്രമാത്രം ദാരിദ്ര്യത്തിൻ്റെ മൂർദ്ധഭാവം സ്വീകരിക്കാൻ പറ്റുമോ? ഈ ചോദ്യം ഞാൻ അസ്സിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് ചോദിക്കുമ്പോൾ അസ്സിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഇതേ ചോദ്യം പരമകാരുണികനായ തമ്പുരാനോട് അവൻ ചോദിച്ചു എന്ന്. സർവശക്തനായ ദൈവമേ, നിനക്ക് ഇത്രമാത്രം തോറ്റുപോകാൻ പറ്റുമോ? നിനക്ക് ഇത്രമാത്രം ശൂന്യനാകാൻ പറ്റുമോ? നിനക്ക് ഇത്രമാത്രം നാണം കെടാൻ പറ്റുമോ? നിനക്ക് ഇത്രമാത്രം ദരിദ്രനാകാൻ പറ്റുമോ? ഈ ചോദ്യം ഉള്ളിലിട്ട് കുലുക്കിയപ്പോൾ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ടു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് താൻ്റെ ജീവിതത്തിലുടനീളം ക്രിസ്തുവിനെ പുനരവതരിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് ക്രിസ്തുവായിട്ട് മാറുകയാണ് ചെയ്തത്. ക്രിസ്തുവിനെ പൂർണ്ണമായി ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത വിശുദ്ധനാരാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ. അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. വാക്കുകളും ചെയ്തികളും ക്രിസ്തുവിൻ്റേതുപോലെയാകാനുള്ള ഒരു പ്രയാണം. നാണം കെടുമ്പോഴും ആനന്ദം, തിരസ്കരിക്കപ്പെടുമ്പോഴും ആനന്ദം. ഈ ലോകത്തിൽ വ്യത്യസ്തമായ ഒരു സംസ്കാരത്തെ വെച്ചു നീട്ടിയ ആനന്ദത്തിൻ്റെ ഉടമ. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനോളം ആനന്ദിച്ചൊരു വിശുദ്ധനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തിന്, മരണത്തെ പോലും ആനന്ദത്തോടുകൂടെ സ്വീകരിച്ച് മരണത്തെ തൻ്റെ മണവാട്ടിയായി സ്വീകരിച്ച് സ്വർഗരാജ്യത്തിൻ്റെ ഭാഗമായി തീർന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്നും ഒരു ചോദ്യമാണ്: ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എന്ന്. ഇന്നും ജീവിക്കാൻ പറ്റുമെന്ന യാഥാർത്ഥ്യം അനേകായിരങ്ങളിലൂടെ വെളിപ്പെട്ടു വരുന്നു എന്ന സത്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ക്രിസ്തു സാദൃശ്യത്തെ ജീവിതത്തോട് രമ്യതപ്പെടുത്താനുള്ള പരിശ്രമത്തിലാകുന്നവരൊക്കെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഗന്ധമുള്ളവരായിട്ട് മാറും. നമ്മൾ ആരെ കെട്ടിപ്പിടിക്കുന്നു ആ സുഹൃത്തിൻ്റെ ഗന്ധം നമുക്കുണ്ടാകുമെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നീ പറയുക നിന്റെ സുഹൃത്താരാണെന്ന്, അപ്പോൾ ഞാൻ പറയാം നീ ആരാണെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ സുഹൃത്തിൻ്റെ ഗന്ധം നിനക്കുണ്ടാകുമെന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് എൻ്റെ സുഹൃത്തിനെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ സുഹൃത്തിൻ്റെ ഗന്ധം എൻ്റെ ഗന്ധമായിട്ട് മാറുന്നത് പോലെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആരെയാണ് ആത്മാർത്ഥമായി ആലിംഗനം ചെയ്തതെന്നറിയാവോ? അത് നസ്രത്തിലെ യേശുനാഥനെയാണ്. ആത്മാർത്ഥമായിട്ട് ആലിംഗനം ചെയ്തപ്പോൾ അവൻ്റെ ഗന്ധം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. വാക്കുകളിലും ചെയ്തികളിലും മാത്രമല്ല, ആ ജീവിതം മുഴുവൻ ക്രിസ്തുവിൻ്റേതുപോലെയായിരുന്നു. എത്രമാത്രം തോൽക്കുന്നോ അത്രമാത്രം ആനന്ദം അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രത്യേകതയാണെന്ന് തിരിച്ചറിയണം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് ചോദിക്കുകയാണ്, നീ എവിടെയാണെന്നുള്ള ചോദ്യം അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് ചോദിച്ചാൽ അവൻ പറയും, ഞാൻ പാപത്തിലാണ്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപത്തിലാണ്. സ്വയാപബോധത്തിൻ്റെ പിൻബലത്തോടുകൂടെ ആരൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ടോ അവരെയൊക്കെ തമ്പുരാൻ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഏടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദേവാലയത്തിൻ്റെ മൂലയിൽ നിന്ന് കണ്ണുകൾ ഉയർത്താൻ പോലും ത്രാണിയില്ലാതെ താൻ പാപിയാണെന്ന് പറഞ്ഞപ്പോൾ അവനെ തമ്പുരാൻ ഉയർത്തിപ്പിടിക്കുന്ന കഥ ലൂക്കായുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിൽ 9 മുതൽ ഉള്ള തിരുവചനത്തിൽ നമ്മൾ കാണും.
ചുങ്കക്കാരനും പരിസയനും പ്രാർത്ഥിക്കാൻ പോയത്രേ. പരിസയന്റെ വാക്കുചാതുര്യവും താൻ ചെയ്ത ആത്മീയ കർമ്മങ്ങളും ശ്രദ്ധിക്കാതെ ദേവാലയത്തിൻ്റെ മൂലയിൽ നിന്നുകൊണ്ട് തമ്പുരാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായപ്പോൾ അവനെ തമ്പുരാൻ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. ആരൊക്കെ തമ്പുരാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നോ അവരൊക്കെ തമ്പുരാൻ ഇങ്ങനെ മാറോട് ചേർക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 9-ാം തിരുവചനത്തിൽ ദൈവം ചോദിച്ചു, നീ എവിടെയാണ്? ഈ നീ എവിടെ എന്ന ചോദ്യത്തെ കൂടുതൽ ആവർത്തനം ചെയ്ത് ധ്യാനിച്ചെടുത്ത ഒരു വ്യക്തിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അതിനാൽ തന്നിലേക്ക് തന്നെ അവൻ നോക്കി തൻ്റെ കുറവുകളിലാണ് അവൻ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കാൻ ശ്രദ്ധിച്ചത്. ആരൊക്കെ കുറവുകൾ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അവിടെ സംഭവിക്കുന്ന യാഥാർത്ഥ്യം ക്രിസ്തു ആ ഇടങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാവുകയാണ്. സുവിശേഷത്തിൽ നീ ശക്തനാണോ എന്നൊരു ചോദ്യമില്ല. സുവിശേഷത്തിലെ ചോദ്യം ആർ യു വീക്ക് ഇനഫ് ടു ഫോളോ മീ എന്നാണ്. ആർ യു വീക്ക് ഇനഫ് ടു ഫോളോ മീ? And he gave an answer, I am weak enough to follow you. And there is no question in the gospel, are you strengthened to follow me? സുവിശേഷത്തിൽ എന്നെ അനുധാവനം ചെയ്യാൻ നീ ശക്തനാണോ എന്ന ചോദ്യമില്ല. എന്നാൽ ഈ ചോദ്യത്തിൻ്റെ കൃത്യനിഷ്ഠമായിട്ടുള്ള അർത്ഥം തൻ്റെ ജീവിതത്തിൽ കുറിച്ചിട്ട അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു, ഐ ആം വീക്ക്. കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും, ബലഹീനതയെക്കുറിച്ചുള്ള അവബോധത്താൽ പൗലോസ്ലീഹ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് തൻ്റെ ബലഹീനതയുടെ പര്യായമായി നിൽക്കുന്ന മുള്ളിനെ എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്റെ മുള്ള് അവിടെ ഇരിക്കട്ടെ, നിനക്കെൻ്റെ കൃപ മതി. സ്വയാവബോധത്തോടുകൂടെ ആരൊക്കെ തമ്പുരാന്റെ മുമ്പിൽ നിന്നിട്ടുണ്ടോ അവർക്ക് തമ്പുരാൻ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്നറിയാവോ? അതാണ് കൃപ. ഈ കൃപ സ്വീകരിച്ചവനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. വിശുദ്ധ ഫ്രാൻസിസ് അശുദ്ധമായവയെല്ലാം എടുത്തു മാറ്റിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സ്വയാവബോധത്തോടുകൂടെയാ. തന്നിലേക്ക് തന്നെ നോക്കിയ നീ എവിടെയാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള പരിശ്രമമായി അവൻ ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ തന്നെ കണ്ടെത്താൻ വിഘാതമായി നിൽക്കുന്ന ലോകവാസനകളെയെല്ലാം പിഴുതെറിയാൻ ത്രാണിയുള്ളവനായിട്ട് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് മാറി. തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ നിന്നെ കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്നിൽ അകലം സൃഷ്ടിച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള ബോധം എനിക്ക് തരണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ തമ്പുരാനെ ദർശിക്കാൻ വിഘാതമായി നിൽക്കുന്നത് ഈ ലോകവും ലോകത്തിൻ്റെ കാര്യങ്ങളുമാണ്. ലോകത്തോട് ഇത്രമാത്രം മതി എന്ന് പറഞ്ഞൊരു വ്യക്തി വിശുദ്ധരുടെ ഇടയിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. മതി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഉടമ, സാധ്യതകളുടെ മധ്യത്തിൽ നോ എന്ന് പറയാൻ, സാധ്യതകളുടെ മധ്യത്തിൽ വേണ്ട എന്ന് പറയാനുള്ള ബലം സ്വീകരിക്കലാണ് ശരിക്കും വ്രതം എന്ന് പറയുന്നത്. വ്രതമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കലാണ്. ഈ വ്രതം ജീവിതമാക്കി തീർത്തവനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. വേണ്ടെന്ന് വെക്കുന്നതിലുള്ള ആനന്ദം, സൗഭാഗ്യങ്ങളെ ലോകം വെച്ചു നീട്ടുന്ന തലങ്ങളിൽ നിന്ന് സ്വീകരിക്കാതെ തമ്പുരാന്റെ ഹിതാനുസരണം സൗഭാഗ്യത്തെ വെറും ദാരിദ്ര്യത്തിൽ നിന്ന് സ്വീകരിച്ച, വെറും തിരസ്കരണത്തിൽ നിന്ന് സ്വീകരിച്ച, ഒറ്റപ്പെടലിൽ നിന്ന് സ്വീകരിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഈ നാമത്തോട് ചേർക്കപ്പെടുന്നതെല്ലാം ആ നാമത്തോട് രമ്യതപ്പെട്ട് നിൽക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴത്തെ മാർപ്പാപ്പയിലൂടെ പ്രകടമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ സ്വഭാവത്തോട് രമ്യതപ്പെടാനുള്ള പ്രയാണത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ചെയ്തികളിലും നിറഞ്ഞു നിൽക്കുന്നത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഗന്ധമുള്ള ഒരു പാപ്പായെ ഈ കാലഘട്ടം സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള അഭിമാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്ന് ഈ ഓർമ്മ ദിനത്തിൽ അഭിമാനത്തോടെ നമ്മൾ കുറിക്കേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയിലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ നമ്മൾ ഓർക്കണം,
ദാരിദ്ര്യത്തോട് നമുക്ക് എന്തുമാത്രം ദൂരമുണ്ട്. അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ ധ്യാനം അതായിരുന്നു. എനിക്ക് ദാരിദ്ര്യത്തിലേക്ക് എത്ര ദൂരമുണ്ട്, അതുതന്നെയാണ് എൻ്റെ തമ്പുരാനിലേക്കുള്ള ദൂരം. എനിക്ക് ഈ സാഹോദര്യത്തിലേക്ക് എത്ര ദൂരമുണ്ട്, അതുതന്നെയാണ് എൻ്റെ തമ്പുരാനിലേക്കുള്ള ദൂരം. ഈ ലാളിത്യത്തിലേക്ക് എത്ര ദൂരമുണ്ട്, അതുതന്നെയാണ് എൻ്റെ തമ്പുരാനിലേക്കുള്ള ദൂരം. ഈ ഒരു തിരിച്ചറിവ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ വ്യത്യസ്തനാക്കി തീർത്തു എന്ന് നമ്മൾ അറിയണം. തമ്പുരാന്റെ ഹിതാനുസരണം ജീവിതത്തെ മുഴുവനും അവനായിത്തീരാൻ വേണ്ടിയുള്ള പ്രയാണമാക്കി തീർത്തു. പുൽക്കൂടും അതുപോലെ സക്രാരിയും കുരിശും അവൻ്റെ ജീവിതത്തിലെ ധ്യാനമായിരുന്നു. ഏറ്റവും കൂടുതൽ അവൻ ധ്യാനിച്ചിരുന്ന വേളകളിൽ കുരിശ് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. കുരിശ് എന്ന യാഥാർത്ഥ്യം അവൻ്റെ ജീവിതത്തെ തകിടം മറിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. വിശുദ്ധ തോമസ് അക്വീനസ് പറയും, എൻ്റെ എല്ലാ ദൈവശാസ്ത്ര വീക്ഷണങ്ങളും കുരിശിൽ നിന്നാണ്, കുരിശിൻ്റെ കീഴിൽ നിന്നാണ്. All my theological reflections are rooted in the foot of the cross എന്ന് വിശുദ്ധ തോമസ് അക്വീനസ് പറയുമ്പോൾ, അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ജീവിതം കൊണ്ട് പറയും, എൻ്റെ ജീവിതം മുഴുവനും ആ കുരിശിനോട് ചേർക്കപ്പെടാനുള്ളതാണ്. കുരിശിനോട് ഇത്രമാത്രം താതാമ്യപ്പെടാനുള്ള ആഗ്രഹം ആത്മാർത്ഥതയിൽ നിന്ന് കുറിച്ചിട്ടവൻ ആരാണെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ ഒരു കത്തോലിക്കനും പറയണം, അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. അവൻ്റെ ജീവിതം മുഴുവനും അപ്രകാരം, മരണം പോലും തൻ്റെ ഓജസ്സിനു വേണ്ടി ചേർത്ത് വെച്ച, താൻ സ്വീകരിച്ച ഓജസ്സിനു വേണ്ടി ചേർത്ത് വെച്ച, അതായത് ക്രിസ്തുവിന് വേണ്ടി ചേർത്ത് വെച്ചതായിരുന്നു. മരണവേളയിൽ പൂർണ്ണ നഗ്നനായി മരത്തണ്ടിനോട് തൻ്റെ ശരീരത്തെ ചേർത്ത് വെച്ച് എല്ലാം പൂർത്തിയായി എന്ന ആത്മസംതൃപ്തിയോടുകൂടെ മരണം വരിച്ച ഗുരുവിനെ അനുധാവനം ചെയ്തതുകൊണ്ട് അവൻ്റെ മരണം പോലും വിവസ്ത്രനാക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെയായിരുന്നു. വസ്ത്രമെല്ലാം ഉരിഞ്ഞുമാറ്റി വെറും തറയിൽ കിടന്ന് മരണത്തെ ആവാഹിച്ചെടുത്ത വ്യക്തിയായിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഒന്നും സ്വന്തമാക്കാതെ എല്ലാം സ്വന്തമെന്ന് കരുതി നടന്നു നീങ്ങിയവൻ. ഒരാളെയും അവിടുന്ന് പഴിച്ചു തള്ളിയില്ല. എല്ലാവരെയും സാഹോദര്യത്തിൻ്റെ വലയത്തിൽ ചേർത്ത് വെച്ച് പാപിയോടും പാപപ്പെട്ടവനോടും ആത്മാർത്ഥത പുലർത്തി ആരെയും അവഗണിക്കാതെ പാപികളെ നോക്കി, ദൈവത്തിൻ്റെ കൃപയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവനേക്കാളും വലിയ പാപിയായിത്തീരുമെന്ന് പറയുന്നവൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഇന്ന് ആഡംബരങ്ങളുടെയും ആർഭാടങ്ങളുടെയും കോട്ടകൾ പടുത്തുയർത്തുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നമ്മുടെ ജീവിതത്തിൽ ഉദയം ചെയ്യണം. ഇന്ന് എപ്രകാരമാണ് നമ്മൾ പടുത്തുയർത്തപ്പെടേണ്ടതെന്നും ആഡംബരങ്ങളുടെയും സമ്പത്തിൻ്റെയും പാതകൾ സ്വീകരിച്ച് പാവപ്പെട്ടവനെ അവഗണിച്ച് നീങ്ങുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നമ്മുടെ ജീവിതത്തിൽ ചോദ്യചിഹ്നമാകും. നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളൊക്കെ പ്രഹസനമായിട്ട് മാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ സ്നേഹപ്രവർത്തനങ്ങളെ പ്രഹസനമാക്കി അത് മറ്റുള്ളവരെ അറിയിക്കാനുള്ള വാചകങ്ങളും വാചക കസർപ്പുകളുമായിട്ട് മാറുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ശാന്തതയിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. മക്കളെ, നിന്റെ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന തമ്പുരാന്റെ വചനത്തെ ആത്മാർത്ഥമായി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണതയിൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുകയും അവനെ അവതരിപ്പിക്കുകയും ചെയ്തവൻ. ഇത് യേശുവിൻ്റെ തുടർച്ചയാണ്. യേശുവിനെ പുനരവതരിപ്പിച്ചു എന്നല്ല പറയേണ്ടത്, മറിച്ച് യേശുവിൻ്റെ തുടർച്ചയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്നാണ് പറയേണ്ടത്. കാരണം ഇറ്റ് ഈസ് നോട്ട് എ റിപ്പീറ്റേഷൻ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂവേഷൻ. നമ്മളിൽ ക്രിസ്തു തുടരണമെന്നുള്ള യാഥാർത്ഥ്യം അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് പഠിപ്പിച്ചു തരികയാണ്. പുനരവതരിപ്പിക്കുമ്പോൾ അത് അഭിനയമായി മാറിയേക്കാം, എന്നാൽ തുടർന്നു കഴിഞ്ഞാൽ അത് ജീവിത യാഥാർത്ഥ്യമാണ്. എവിടെയൊക്കെ നമ്മൾ പുനരവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്നു അവിടെയൊക്കെ യാന്ത്രികത കടന്നു വരും. യാന്ത്രികതയില്ലാതെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പച്ച മനുഷ്യനായി അവതരിപ്പിച്ചു തന്ന അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട സത്യം ഏതാണെന്നറിയാവോ? അതായത് ക്രിസ്തുവിനെ ഒരു ലോഭവും കൂടാതെ ഒരു ലാഭവും അന്വേഷിക്കാതെ
അവതരിപ്പിച്ചവനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഇന്ന് നമ്മൾ ക്രിസ്തുവിനെ ഇങ്ങനെ പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ലാഭാന്വേഷണമാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവണം. ക്രിസ്തു ഇങ്ങനെ വിൽക്കപ്പെടുന്ന ചരക്കായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പുനരവതരിപ്പിച്ചവൻ, അവൻ്റെ വാക്കുകളിൽ തന്നെ സത്യം തെളിഞ്ഞു വരും. എല്ലായ്പ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. എപ്പോഴും സുവിശേഷമാവുക എന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വചനങ്ങൾ പറഞ്ഞാൽ മതി. സുവിശേഷം വായിച്ചെടുക്കേണ്ടത് ജീവിതത്തിൽ നിന്നാണെന്ന്, പ്രായോഗിക തലത്തിൽ കലർത്തപ്പെടാത്തത് ആത്മീയതയല്ല എന്ന് തിരിച്ചറിവുണ്ടാകണമെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുമ്പോൾ അതെവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾ ഓർത്തോണം. അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ നിന്ന് ധ്യാനമായി സ്വീകരിച്ചതാണ്. ആരൊക്കെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പൂർണ്ണമായിട്ട് സ്മരിക്കാൻ ആഗ്രഹിക്കുന്നോ അവരറിയാതെ ആ ജീവിതത്തിൻ്റെ ഗന്ധമുള്ളവരായിട്ട് മാറും. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നൽകുന്ന ഈ യാഥാർത്ഥ്യം ഇതാണ്. നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ഇതാണ്. ദൈവത്തിലേക്കുള്ള അകലം എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ ധ്യാനിച്ചാൽ നമ്മൾ പറഞ്ഞോണം, ദൈവത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് തികച്ചും സത്യത്തിലേക്കുള്ള ദൂരം തന്നെയാണ്. സത്യത്തിലേക്കുള്ള ദൂരമാണ് ദൈവത്തിലേക്കുള്ള ദൂരം. വീണ്ടും വിശ്വസ്തതയിലേക്കുള്ള ദൂരം ദൈവത്തിലേക്കുള്ള ദൂരവാ, വിശുദ്ധിയിലേക്കുള്ള ദൂരം ദൈവത്തിലേക്കുള്ള ദൂരവാ. അതിനാൽ ദൈവം എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത്ര മാത്രമേ പഠിപ്പിക്കാനുള്ളൂ. സത്യസന്ധതയിലേക്ക് നിനക്ക് എത്ര ദൂരമുണ്ടോ അത് ദൈവത്തിലേക്കുള്ള ദൂരം തന്നെയാണ്. വിശ്വസ്തതയിലേക്ക് എത്രമാത്രം ദൂരമുണ്ടോ നിനക്ക്, അത് തന്നെയാണ് ദൈവത്തിലേക്കുള്ള നിന്റെ ദൂരം. വീണ്ടും വിശുദ്ധിയിലേക്ക് എത്രമാത്രം ദൂരമുണ്ടോ അത് തന്നെയാണ് ദൈവത്തിലേക്കുള്ള ദൂരം. അതിനാൽ ദൈവത്തിലേക്കുള്ള ദൂരം തേടി എവിടെയും പോകേണ്ട. ഉള്ളു തുറന്നിട്ട് ഉള്ളിനെയൊന്ന് കാണാൻ ശ്രമിച്ചാൽ മതി. ആ ഉള്ളു തുറന്ന് തൻ്റെ ഉള്ളു കണ്ടപ്പോൾ തൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തന്നു. ദൈവം ചോദിച്ച രണ്ടാമത്തെ ചോദ്യം സഹോദരൻ എവിടെ എന്നാണ്. ഈ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ഉത്തരം കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. കാരണം ഈ ലോകം മുഴുവനും തൻ്റെ സാഹോദര്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്ന തിരിച്ചറിവുണ്ടായ ഒരു വിശുദ്ധൻ. കാടിനെയും പുല്ലിനെയും നാമ്പുകളെയും എന്തിന് ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളെയും സർവ്വ സൃഷ്ട വസ്തുക്കളെയും സഹോദരി സഹോദരന്മാരായി കാണാൻ അവന് കഴിയുമായിരുന്നു. കാരണം ഒന്ന് മാത്രം, അവൻ ദൈവത്തെ പിതാവെന്ന് വിളിച്ചതുകൊണ്ടാണ്. ദൈവത്തെ പിതാവെന്ന് വിളിച്ചതുകൊണ്ട് കാണുന്നവരെല്ലാം സഹോദരനും സഹോദരിയുമാണ്. എല്ലാവരും ഒരു പിതാവിൽ നിന്ന് വരുന്നതാണ് എന്ന ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടുമുട്ടുന്ന ദേശം സാഹോദര്യത്തിൻ്റെ ദേശം, കണ്ടുമുട്ടുന്ന വ്യക്തികൾ സഹോദരനും സഹോദരിയും. എന്തിന് ചെന്നായി പോലും സഹോദരനായിട്ട് തൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുമ്പോൾ അവനറിയാം സകലത്തെയും സൃഷ്ടിച്ച ആ പിതാവിൻ്റെ മക്കളെ ആബാ പിതാവേ എന്ന് ആത്മാർത്ഥമായിട്ട് വിളിക്കണമെങ്കിൽ ആത്മാവിൻ്റെ പ്രേരണയുണ്ടാകണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആത്മീയ ചേതനയെ ആത്മാർത്ഥമായി ആവാഹിച്ചെടുത്ത അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന് ഒരിക്കലും സാഹോദര്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം. അതിനാൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉടനീളം സാഹോദര്യത്തിൻ്റെ വിളനിലമായിരുന്നു എന്ന് തിരിച്ചറിയണം. എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ, മരണത്തെ പോലും സോദരി മരണമേ സ്വാഗതമെന്ന് വിളിച്ച മണവാട്ടിയായി കണ്ട ഈ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ഇന്ന് നമ്മൾ ധ്യാനിച്ചെടുക്കുമ്പോൾ ഈ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഈ ലോകത്തിൻ്റെ ഓട്ടം ആഡംബരങ്ങൾക്കും ആർഭാടങ്ങൾക്കും വേണ്ടിയാണ്, സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടിയാണ്. സന്തോഷത്തിനും ആനന്ദത്തിനും ആർഭാടത്തിനും വേണ്ടി നമ്മളിങ്ങനെ പ്രയാണം നടത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവണം. യഥാർത്ഥമായ ആനന്ദം വരുന്നത് ദൈവത്തിൽ നിന്നാണെന്നുള്ള തിരിച്ചറിവ് സിദ്ധിച്ചെടുത്ത അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരിക്കലും ജീവിതത്തിൽ അസ്വസ്ഥനായിരുന്നില്ല.
അവൻ്റെ ജീവിത വഴികളിൽ ആനന്ദം മാത്രമേ തെളിഞ്ഞു നിന്നുകൊണ്ടിരുന്നുള്ളൂ. നിസ്വാർത്ഥമായ ജീവിതത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു അവനെന്നുള്ള തിരിച്ചറിവ് ആ സമാധാന പ്രാർത്ഥനയിൽ തെളിഞ്ഞു വരുന്നൊരു സത്യമാണ്. സമാധാനത്തിൻ്റെ ദൂതനാക്കണമേ, വിദ്വേഷമുള്ളിടത്ത് സ്നേഹം, രോഗമുള്ളിടത്ത് ക്ഷമ, ദ്രോഹമുള്ളിടത്ത് ക്ഷമ കൊടുക്കാൻ, സാഹോദര്യം വിതറാൻ ഒക്കെ ആഗ്രഹിച്ചവൻ, മരണത്തെപ്പോലും പുനർജന്മമാണെന്നും ദൈവത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയാണെന്നും തിരിച്ചറിഞ്ഞ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ലഭിക്കുന്നതെന്നോ, ക്ഷമിക്കുമ്പോഴാണ് ക്ഷമിക്കപ്പെടുന്നതെന്ന്, മരിക്കുമ്പോഴാണ് നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നതെന്ന് ആ ജീവിതം പഠിപ്പിച്ചൊരു സത്യം. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നിസ്വാർത്ഥമായി തീരാനുള്ള ആഹ്വാനമായിട്ട് ഈ ഓർമ്മ ദിനത്തെ എടുക്കാം. അസീസിയിലെ നോക്കുമ്പോൾ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും അവനുമായിട്ട് രമിതപ്പെടാനുള്ള ആത്മീയ ധ്വരയായിട്ട് മാറട്ടെ. സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും വിശുദ്ധിയുടെയും ഉടമസ്ഥരായി തീരാൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നമുക്ക് പ്രേരക ശക്തിയാകട്ടെ. അവിടുത്തെ ദാരിദ്ര്യം ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചുവെങ്കിൽ, അവിടുത്തെ ലാളിത്യം ക്രിസ്തുവിനെ പുനരവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അവനിലൂടെ തുടർച്ചയാക്കി മാറ്റാൻ ഉതകുന്നതായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവോടെ നമുക്ക് മുമ്പോട്ട് പോകാം. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ സ്മരിച്ച് ഈ ദിനത്തെ ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ആ ജീവിത ഗന്ധം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഗന്ധമാണ്. ക്രിസ്തുവിനെ അനുഭവിച്ചതുകൊണ്ട് അവൻ ജീവിതത്തിലുടനീളം പ്രസരിപ്പിച്ചത് ക്രിസ്തുവിനെ തന്നെയാണ്. മാറ്റി നിർത്താൻ പറ്റില്ല. അവൻ പ്രാർത്ഥിച്ചു എന്നല്ല പറയേണ്ടത്, അവൻ പ്രാർത്ഥനയായി തീർന്നു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്നത് അവൻ പ്രാർത്ഥന തന്നെയാണ്. വാക്കുകൾ പ്രാർത്ഥന, ജീവിതം പ്രാർത്ഥന, അതിനേക്കാൾ ഉപരിയായി സാഹോദര്യത്തിൻ്റെ നിറക്കൂട്ടായി അവനിൽ സംയോജിതമായ ഒരു സത്യം. മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളും ജീവിത വ്യാപാരങ്ങളും ക്രിസ്തുവിൽ തന്നെ പൂർണ്ണമാക്കപ്പെട്ടു എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. ആത്മീയ ചേതനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ നോക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളും ജീവിത വ്യാപാരങ്ങളും ക്രിസ്തുവിൽ രൂപീകൃതമാക്കപ്പെട്ടു എന്നത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രത്യേകതയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇത് ആവർത്തിക്കപ്പെടാനും ഇത് തുടർന്നു കൊണ്ടുപോകാനും നമുക്കെല്ലാവർക്കും ദൈവം കൃപ തരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം അവൻ്റെ മുറിവുകളാൽ നമ്മളെ സൗഖ്യപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.